കുടുംബ സംഗമം പോലെ ഞങ്ങൾ എല്ലാവരും കൂടെ പാടിയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒന്നിച്ച് മെയിലും ഫീമെയിലും ആയതുകൊണ്ട് അങ്ങനെ ഒന്നിച്ച് പാടാനുള്ള അവസരം കുറവാണ്. പിന്നെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാല് മോടെ കച്ചേരി. അത് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പോകും. ഭയങ്കര എന്തുവാ നമുക്ക് മനസ്സിന് അമ്മ എന്ന തരത്തിലും അച്ഛൻ എന്ന തരത്തിലും. അതെ, അമ്മ അച്ഛൻ എന്ന തരത്തില് ഞങ്ങൾ അന്നേരം നമുക്കുണ്ടാകുന്ന ഒരു അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ആരോടെയും പറ്റത്തില്ല. എവിടെ ഉണ്ടെങ്കിലും പോകും. മോള് പാടിയിട്ടുണ്ട്, ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ തൃശ്ശിയിൽ പോയിട്ടുണ്ട്, വടക്കേന്ത്യയിൽ പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞങ്ങൾ അച്ഛനും അമ്മയും കൂടെ പോകും. എന്താന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കാശിന്റെ ചെലവോ അല്ലെങ്കിൽ കിട്ടുന്നതിന്റെ വലിപ്പമോ ഒന്നുമല്ല, ഇത് കേൾക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഭയങ്കര ആഗ്രഹം. ഈ ഇപ്പോഴും മിനിഞ്ഞാന്നും കോളേജിലൊരു ശരി എന്ന് പറഞ്ഞൊരു വലിയ നർത്തകി കോളേജിലും അവരും കൂടെ പാടിയത്. അപ്പൊ അത് കേൾക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു കടമയോ എന്തോ അവകാശവും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എവിടെ ഉണ്ടെങ്കിലും അവിടെ കച്ചേരി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ധാരാളം കച്ചേരിയുണ്ട്. ഗുരുവായൂർ പാടാറുണ്ട്, എല്ലാ വർഷവും പാടും ഗുരുവായൂർ. പിന്നെ ഇവിടെ സഭകളിലൊക്കെ പാടാറുണ്ട്. നവരാത്രി അമ്മ മിക്കവാറും ദിവസങ്ങളിലെ പ്രോഗ്രാം കാണും. ഏറ്റവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വിദ്യാഭ്യാസ കാലഘട്ടം മാറി. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് വിദ്യാഭ്യാസം നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുന്നു. അപ്പൊ അന്നത്തെ വിദ്യാഭ്യാസ രീതിയും ഇപ്പോഴുള്ള സാറിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പഠന രീതി കുട്ടികളോട് എങ്ങനെയാണ്, അത് ഏത് തരത്തിലാണ് അവർക്ക് പ്രയോജനം ചെയ്യുന്നത്? ഞാൻ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പഠിച്ച ആളാണ്. അതെ, ഗുരുകുല വിദ്യാഭ്യാസത്തിൽ രണ്ടാം ഘട്ടം പഠിക്കുമ്പോൾ ഇളങ്ങമംഗലം രാജഗോപാൽ ഭാഗവതരാണ് എന്നെ പഠിപ്പിക്കുന്നത്. ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അന്ന് ഗുരുവിന്റെ എല്ലാ സേവനങ്ങളും നമ്മൾ ചെയ്യണം. ഗുരുവിന്റെ വസ്ത്രം ഇറക്കി കൊടുക്കുക, ഗുരുവിന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുക, ഗുരുവിന് യാത്ര പോകാൻ സഹായിക്കുക, ഗുരുവിന്റെ എല്ലാ ആവശ്യങ്ങളും ഗുരുപത്നിക്കും വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് ഞാൻ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് വന്നിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സംഗീതം പഠിക്കുന്ന ഒരു കുട്ടി, ഒരു പാക്കം പറ്റിയും തരുന്ന ഒരു കുട്ടി നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ മാറിപ്പോകണം. അതോടൊപ്പം തന്നെ നമ്മൾ നമസ്കരിക്കുന്ന ഗുരുവിനെ നമസ്കരിക്കുക എന്നൊരു ചടങ്ങ്. ആ നമസ്കരിക്കാൻ നമ്മൾ നെറ്റിക്കൊണ്ട് ഗുരുവിന്റെ പാദത്തെ നമസ്കരിക്കാം. എന്നാൽ ആ കാലം മാറിപ്പോൾ 50-60 വർഷം കഴിഞ്ഞപ്പോഴും എനിക്ക് 26 വർഷക്കാലം സംഗീത അധ്യാപകനായിട്ട് ഞാൻ ജോലി ചെയ്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ സംഗീതം പഠിപ്പിച്ചില്ല. പക്ഷെ എൻ്റെ സ്കൂളിൽ വന്ന് എനിക്ക് ദക്ഷിണ എന്ന് പഠിപ്പിക്കുന്ന ഒരു കുട്ടി പോലും എന്നെ കണ്ടാൽ എന്നെ നമസ്കരിക്കാതെ പോകത്തില്ല. അത് പാദത്തെ നമസ്കരിക്കത്തില്ല എന്നാൽ പാദത്തെ നമസ്കരിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. എൻ്റെ അനുജൻ ആനടി പ്രസാദ്, അവൻ എന്നെ നമസ്കരിക്കുന്നത് നെറ്റിക്കൊണ്ട് എൻ്റെ പാദത്തെ തൊട്ടാണ് നമസ്കരിക്കുന്നത്. അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ പാരമ്പര്യം ഇപ്പോഴും സംഗീതത്തിൽ ഇത്ര മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഗുരുവും ശിഷ്യനും എന്നുള്ള ബന്ധം ഇത്രയും ദൃഢമായി നിൽക്കുന്ന മറ്റൊരു മേഖല പോലും ലോകത്തിലാണ്. അതാണ് ഞാൻ സംഗീതമായിട്ട് എനിക്ക് മനസ്സിലാക്കി. 9-1 മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ടീച്ചർ ഇത് 4 വരി. നീ എന്നെ മറന്നോ കണ്ണാ, കാളിന്തി മറന്നോ, കാനനം മറന്നോ, ഈ നദീ തീരത്തെ സ്വപ്നങ്ങൾ മറന്നോ, രാധയെ നീ മറന്നോ കണ്ണാ, രാധയെ നീ മറന്നോ, നീ എന്നെ മറന്നോ കണ്ണാ, കാളിന്തി മറന്നോ, കാനനം മറന്നോ, ഈ നദീ തീരത്തെ സ്വപ്നങ്ങൾ മറന്നോ, രാധയെ നീ മറന്നോ കണ്ണാ, രാധയെ നീ മറന്നോ. കണ്ണ എന്നുള്ള വിളിയല്ലേ ശരിക്കും ആ കണ്ണം പ്രസാദിച്ചത്, കണ്ണ പഠിപ്പിച്ചത്. ടീച്ചറെ കുടുംബം, കുഞ്ഞുങ്ങള്, അവരുടെയൊക്കെ കാര്യങ്ങൾ. കുടുംബം, മക്കള് 3 പേര്. അവർക്ക് മൂത്ത മോക്ക് 3 പേര്, മോൻ ഒരാള്, ഇളയ മോക്ക് 2 പേര്. മൂത്ത മോൻ അനന്തപത്മനാഭൻ, ദേവാംഗന, ഹർഷിത, 3 പേര്. മോന്റെ കുഞ്ഞിന്റെ പേര് ധേനുക ആർ ചന്ദ്ര.
ഇളയമോടെ മാധവി മീനാക്ഷി. അതിൽ ദേവാംഗന ഗിറ്റാർ പഠിക്കുന്നു, മോൻ വയലിൻ പഠിക്കുന്നു, വയലിൻ്റെ BA കഴിഞ്ഞു. അതിൻ്റെ ഇളയമോള് ഡാൻസും ഡ്രോയിങ്ങും പഠിക്കുന്നു. മോൻ്റെ മോളും പാട്ട് പഠിക്കുന്നുണ്ട്, ഇവിടെ അല്ല ഖത്തറിലായിരുന്നു. പിന്നെ ഇളയമോടെ കുഞ്ഞുങ്ങൾ മാധവി മീനാക്ഷി. മാധവി വയലിൻ വായിക്കുന്നു, വയലിൻ പഠിക്കുന്നു. മീനാക്ഷി എന്ത് പാട്ട് കേട്ടാലും പാടുന്ന ഒരു സ്വഭാവത്തിൽ LKG സാറേ, 9 മലയാള പ്രേക്ഷകരോട് സാറിനും ടീച്ചർക്കും എന്താണ് പറയാനുള്ളത് സംഗീതത്തെ കുറിച്ച്? ഇത്രയും നാളത്തെ അനുഭവ സമ്പത്തുള്ള 2 തുല്യരായിട്ടുള്ള ഗുരുക്കന്മാര്, നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഈ സമൂഹത്തില്, അല്ലെങ്കിൽ ആനേടി എന്ന് പറയുന്ന സ്ഥലത്ത്, ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്ത് സംഗീതം ആസ്വദിക്കുന്ന കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒരുപാട് സംഗീത പ്രേമികളെ സൃഷ്ടിച്ച ടീച്ചർക്കും സാറിനും 9 മലയാളം പ്രേക്ഷകരോട് പറയാനുള്ളത്. ഞങ്ങൾക്ക് പൊതുവായി പറയാനുള്ളത്, സംഗീതം പഠിക്കുന്ന അല്ലെങ്കിൽ കല പഠിക്കുന്ന ഒരു കുട്ടി പോലും മാനസികമായിട്ട് മറ്റൊരാളിനോട് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല. അതൊരു വലിയ ഘടകമാണ്. അത് മനസ്സിനൊരു ശുദ്ധത ഉണ്ടാവും. സംഗീതം പഠിക്കുന്ന അല്ലെങ്കിൽ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, സാറ് പറഞ്ഞില്ല, ഇപ്പൊ മഴ ഇവിടെ കണ്ടു. ഇന്നലെ ഞങ്ങൾ യാത്ര കഴിച്ചു വന്നു, ബസ്സിലൊരു കുട്ടി ഓടി വന്ന് ടീച്ചറെ, ചന്ദ്രേ ടീച്ചറാണെന്ന് ചോദിച്ചു. ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അന്ന് ഞാൻ പറഞ്ഞാണ്, ഞാൻ മീനാക്ഷി ടീച്ചറെ, ശാസ്താംകോട്ടെ മീനാക്ഷി എവിടെ പഠിക്കാൻ വന്നു. ആ കുട്ടിക്ക് ആ ഒരു തോന്നല്. എത്രയോ കുട്ടികൾ ഒക്കെ പഠിച്ചു പോകുന്നുണ്ട്. എല്ലാരും നമ്മളെ അങ്ങനെ കാണണമെന്നില്ല, നോക്കണമെന്നില്ല. പക്ഷെ ഈ ഒരു കലയോടുള്ള ആഭിമുഖ്യമുള്ള, ആ കലയ്ക്ക് ഒരു സുകുമാര കല എന്ന് തന്നെ പറയാം. അതിന്റെ മനസ്സിൽ ആർക്കും ഒരു വിദ്വേഷം ആരോടും ഉണ്ടാകുന്നില്ല. ആർക്കും ദോഷം ചെയ്യുന്ന ഒരു കാര്യവും ചെയ്യും. അതുകൊണ്ട് ആ സ്കൂളുകളിലൊക്കെ ഈ സംഗീതമൊക്കെ വേണമെന്ന് തന്നെ പറയാം. ഈ സയൻസും കണക്കും ഹിസ്റ്ററിയും ഒക്കെ പഠിച്ച് ബോറടിച്ചിരിക്കുന്ന ഒരു ക്ലാസ് റൂമിൽ ഒരു സംഗീതം വന്നാല് ആ കുട്ടികൾക്കൊരു മാനസിക ഉല്ലാസം ഉണ്ടാകും. അതുവരെ ഉണ്ടാകുന്ന പിരിമുറുക്കം കുട്ടികൾക്കൊന്ന് മാറിക്കിട്ടും. അതുകൊണ്ട് എല്ലാ സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക്, ഈ സ്കൂളുകളിൽ ഈ സ്പെഷ്യൽ ടീച്ചേഴ്സ്, അധ്യാപകരെ, സംഗീതാധ്യാപകരായാലും തയ്യൽ ടീച്ചർമാരായാലും കഥകളി പഠിപ്പിക്കുന്നത്, ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഉള്ള അവര് സ്കൂളുകളിൽ നിയമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക്. സാറിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഇപ്പൊ ഈ പറഞ്ഞു വന്നതിന്റെ കൂടെ, ഇപ്പൊ ഈ ഗവൺമെന്റ് സംഗീത കലാ ലോകത്ത് വലിയ സംഭാവനകൾ ചെയ്യുന്നുണ്ട്. ധാരാളം നിയമനങ്ങൾ നടത്തുകയും സാംസ്കാരിക പ്രവർത്തനങ്ങൾ ധാരാളം ഫണ്ട് വിനിയോഗിക്കുകയും ആ ഫണ്ട് ഒരുപാട് പ്രയോജനപ്പെടുകയും ചെയ്തു. ഞാൻ പ്രസംഗിക്കുന്ന എല്ലാ വേദികളിലും പറയാറുള്ളത്, സംഗീതം അമൃതാണ്. സംഗീതം നിങ്ങൾ പഠിക്കണം. അതൊപ്പം തന്നെ പത്രവും അമൃതാണ്. സംഗീതവും പത്രവുമാണ് ഞങ്ങൾ പ്രസംഗിച്ചാലും പറയുന്ന ഓരോ കുട്ടികളും പറയുന്ന പത്രം വായിച്ചിരിക്കണം. സംഗീതം പോലെ തന്നെ അമൃതാണ് പത്രവായന, പുസ്തകവായന. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാം. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, കുട്ടികളുടെ സമസ്ത മേഖലയിലുള്ള വികാസം വായനയും സംഗീതവും വളരെ പ്രധാനമാണ്. അതിന് വേണ്ട പ്രയോജനം കൊടുക്കാൻ ഞങ്ങൾ വിളിക്കുക. അപ്പൊ ഇന്ന് നമ്മുടെ ഈ മുഖവും മൊഴിയും സെഗ്മെന്റിൽ എത്തിയത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. എന്താണെങ്കിലും ഈ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട പങ്കജാക്ഷൻ സാറിന്റെ ചന്ദ്രിയ ടീച്ചറിന്റെ ഒരുപാട് സ്നേഹത്തോടെ 2 പേർക്കും ഹൃദയം നിറഞ്ഞു. നീ എന്നെ മറന്നോ കണ്ണാ, കാളിന്തി മറന്നോ, കാനനം മറന്നോ, ഈ നദീ തീരത്തെ സ്വപ്നങ്ങൾ മറന്നോ.